ഓക്കെ ആക്കണോ? തനിക്ക് മാത്രം എന്തോടോ അക്ഷരം കൂട്ടി വായിച്ചാലിന്റെ അർത്ഥം? ഈ പണ്ടോരാണെങ്കിൽ തലമുണ്ടക്കകത്തോട്ട് കേറാത്തത്. വിശ്വനാഥൻ ഉണ്ടാക്കിയ സമ്പാദ്യം പോയാൽ പോട്ടെന്ന് വെക്കാം. പക്ഷേ ഈ കുപ്പായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് അതങ്ങ് ഇല്ലാണ്ടാക്കാനാണ് തന്റെ പോലീസിന്റെ പുറപ്പാടെങ്കിൽ ഏപ്യന്തരനല്ല, ഏത് അപ്പന്റെ മന്ത്രി കസേരയും വിശ്വനാഥന് പുല്ല. താൻ പറയുന്ന കേട്ടാ തോന്നുന്നു ഞാൻ മനഃപൂർവ്വം ഇതൊക്കെ പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന്. ഈ നാട്ടിലെ പോലീസ് തല്ലിയാലും തുപ്പിയാലും തൂറിയാലും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ആഭ്യന്തരമായി ചമഞ്ഞിരിക്കുന്ന തനിക്കാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പണ്ടേ തുമ്മിയാത്തരയ്ക്കുന്ന മൂക്കാ തന്റെ ഈ കസേര. അതുമേൽ എന്നെ കൊണ്ട് തന്നെ ചൊറിയിക്കല്ലേ. എന്റെ പൊന്നു വിശ്വാസ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അത് മുഖ്യന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് പോയൊരു ഓർഡറാ. മുഖ്യനായാലും മുഖ്യവനായാലും എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. അതറിയാൻ വേണ്ടി തന്നെയാണ് ആ SP സ്റ്റീഫൻ വർഗീസിനെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. അയാൾ ഓൺ ദ വേ ആണ്. മേ കം ഇൻ സർ? കമ്മിയും കോപ്പും കേറി വാടോ. താനൊക്കെ IPS തൊപ്പിയും വെച്ച് സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നത് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ജനപ്രതിനിധികളുടെ മൂർധാവി കുത്തിയിരുന്ന് വിസർജിക്കാനാണോടോ? മനസ്സിലായില്ല സർ. മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ തന്തയ്ക്ക് പറക്കണം. തണുത്താ നോക്കി പേടിപ്പിക്കാ. സോറി സർ, ഇതുപോലുള്ള നാലാംകിട ജനപ്രതിനിധികളുടെ പുഴുത്ത വർത്തമാനം കേൾക്കാനാണ് സാർ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെങ്കിൽ സോറി, അതിന് പറ്റിയൊരു സമയമല്ല ഇപ്പോ. പോയിട്ട് ധാരാളം പണിയുണ്ട്. എന്തോ പണിയാടോ? പണ്ട് കൗബേന കൊടുത്തു നടന്നിരുന്ന വയനാട്ടിലെ പാവപ്പെട്ട ആദിവാസികൾ കൂടുതലും ഉണ്ടായി കൊടുക്കാൻ കമ്മ്യൂണിസം പറഞ്ഞ് മല കയറിയിട്ട് അവസാനം പോലീസിന്റെ വെടികൊണ്ട് ചത്തു മലച്ച നിന്റെ അപ്പൻ ചകാവ് വർഗീസ് കോശിയുടെ ചാവടി എന്തും നടത്താനുണ്ടോ അവിടെ? സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്നെ അണ്ണാക്കിലോട്ട് എടുക്കുവോ? അണ്ണാക്കിലോട്ട് എടുക്കുകയല്ല, അടിച്ച് നിന്റെ അണ്ണപ്പല്ലിയും തെറിപ്പിക്കും. ഓക്കിത്തരം പറഞ്ഞാലുണ്ടല്ലോ, ഒരു തലതിരിഞ്ഞ SIയും കൂട്ടുപിടിച്ച് ഇക്കാണുന്ന പരാക്രമങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയതും പോരാഞ്ഞിട്ട് അതിന്റെ വിശദീകരണം ചോദിച്ചപ്പോ ഒരുമാതിരി പോലീസ് കളിക്കുന്നു. അതെ സർ, സാറിനെ പോലുള്ളവരുടെ മുമ്പിൽ പോലീസ് എന്നും കളിച്ചിട്ടേ ഉള്ളൂ. ഇരിക്കുന്ന കസേരയുടെ വലിപ്പ ചെറുപ്പം നോക്കി ഭരിക്കുന്നവന്മാര് കസേര കളി നടത്തുമ്പോ കാക്കിയും തൊപ്പിയും വെച്ച് വേഷം കെട്ടി ഇറങ്ങുന്ന അന്തസ്സുള്ള പോലീസുകാരനെ കളിപ്പിക്കാൻ തന്നെ എല്ലാവർക്കും ആഗ്രഹം. സാറിനിപ്പോ എന്താ പരാതി? മുകളിൽ നിന്നുള്ള ഉത്തരവനുസരിച്ച് റെയ്ഡ് നടത്താൻ തീരുമാനിച്ചപ്പോ സാറിനെ അറിയിച്ചില്ലെന്നാണോ? അതിവിടെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ റെയ്ഡ് നടത്താൻ ചെല്ലുന്ന പോലീസുകാർക്ക് ആട് കിടന്നെടുത്ത് പൂട പോലും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്രയ്ക്കുണ്ടല്ലോ ഈ ജനപ്രതിനിധികൾ തമ്മിലുള്ള അവിഹിത ബന്ധം. അതെടാ, നിനക്കൊക്കെ മാസാമാസം ശമ്പളം എണ്ണി തന്ന സർക്കാരുമായിട്ട് ഈ വിശ്വാനുള്ള അവിഹിത ബന്ധത്തിന്റെ കണക്കെടുപ്പ് നടത്തിയ അത് ഒരുപാട് കാണും. ആ ബന്ധത്തിൽ ഒരെണ്ണമെടുത്ത് മനസ്സറിഞ്ഞ് ഞാനൊന്ന് മൂക്ക് ചീറ്റിയ പിന്നെ നിന്റെ ഈ തലയ്ക്ക് മുകളിലിരിക്കുന്ന ഈ അലങ്കാര വസ്തുവിന് പകരം മൺചട്ടി അമർത്തേണ്ടി വരും. മൺചട്ടി. എടാ കൊച്ചനെ, നീയൊക്കെ കിടക്കപ്പായ കിടന്ന് മുള്ളുന്ന കാലം തൊട്ട് ഇടാൻ തുടങ്ങിയതാ വിശ്വാനി കുപ്പായം. കാര്യം കഞ്ഞുമുക്കിയതാണെങ്കിലും ഇത് ഖദറാ. ഖദറിന്റെ മഹാത്മ്യം പറഞ്ഞൊന്നും താൻ എന്നെ പേടിപ്പിക്കണ്ട. ബിനാമി പേരിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നക്ഷത്രവേശിയുടെ അടിവയറിന്റെ ചൂട് പങ്കിടാനെത്തുന്ന നീ അടക്കമുള്ള രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരന്റെ ഐഡന്റിറ്റി യൂണിഫോം അല്ലടോ ഇത്. എന്നാൽ ഈ ഖദറിനൊരു ചരിത്രമുണ്ട്. ഒരു കൂട്ടം പാവം മനുഷ്യർ അവരുടെ കണ്ണീരും വിയർപ്പും ചോരയും നൽകി നേടിയെടുത്ത നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം. അത് നിന്നെ പോലുള്ള തന്തയ്ക്ക് പറക്കാത്തവന്മാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ത് പറഞ്ഞു? ആവേശം നല്ലതാ, പക്ഷെ കൈ പൊക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം അത് കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛന്റെ അതേ ചോരയിലുണ്ടായ മകന്റെ നേർക്കാണെന്ന് ആലോചിക്കണം. ആ ചോരയ്ക്ക് മുമ്പിൽ ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ പാർട്ടി സൽക്കാരങ്ങളിൽ കയറി ഇറങ്ങി ഞണ്ണി വീർത്ത നിന്റെ ഈ കൈക്കരുത്ത് പോരാ. മിസ്റ്റർ SP, താൻ എന്തായി കാണിക്കുന്നത്? സോറി സർ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഈ മെമ്പറോട് കാണിച്ച പരാക്രമം അല്പം കൂടിപ്പോയെങ്കിൽ വിളിപ്പിച്ചാൽ മതി, വന്ന് വാങ്ങിച്ചോളാം ഈ അലങ്കാര വസ്തുവിന് പകരമണിയാനുള്ള മൺചട്ടി. സന്ധ്യ നേരത്തെ ആ TV ഒന്ന് നിർത്തുന്നുണ്ടോ എന്റെ സീക്കുട്ടിയെ? ഓ, നാരായണ 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 നാരായണ. എന്റെ ഭഗവതി, ഞാൻ എന്തായി കേക്കണത്? ഉത്സവം വേണ്ടാന്ന് വെക്കേ. വിശ്വനാഥന് തലയ്ക്ക് വെളിവില്ലാണ്ട് ഓരോന്ന് വിളിച്ചു പറയാന്ന് വെച്ച് നീയും അതിന് കൂട്ടു നിൽക്കുകയാണോ മാധവ? വിശദീകരണം ഞാൻ തരാം. ഇക്കൊല്ലത്തെ ഉത്സവം ചന്ദ്രൻതൊടി മാധവമേനോനും അനിയന്മാരും കൂടെ നടത്തുന്നില്ല. അത് ദൈവദോഷമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും മൂലെ കുത്തി ഇത് പ്രാർത്ഥിക്കുക. പിന്നെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായോ? വിശ്വനാഥ, സാക്ഷാൽ ഭഗവാന്റെ പേരാ നിനക്ക്. ആ നീയേ അസുരന്റെ സ്വഭാവം കാണിക്കുന്നത് നിന്റെ നാശത്തിനാ, അത് മറക്കണ്ട. ഇതിന്റെ പേരില് സാക്ഷാൽ ഭഗവാൻ ഈ വിശ്വാന തലയിൽ എഴുത്തി വീഴ്ത്തിയാൽ അത് ഞാനങ്ങ് സഹിച്ചോളാം.
മുത്തശ്ശി പോ. ആ സുഹൃതക്ഷയം എന്നല്ലാണ്ട് എന്താ പറയാ. നാരായണ നാരായണ നാരായണ. ആ ടി വി ഒന്ന് നിർത്തണുണ്ടോ? കാര്യം റെയ്ഡ് നടന്നപ്പോ കച്ചവടത്തിൽ നഷ്ടം വന്നു. ബാറും ഹോട്ടലും ഒക്കെ അടച്ചുപൂട്ടുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ പേരിൽ വർഷങ്ങളായി നടത്തിപ്പോരുന്ന തറവാട്ട് വക ഉത്സവം വേണ്ടാന്ന് വെക്കണത്. വേണ്ടാന്ന് വെക്കണം. ആർക്ക് വേണ്ടിട്ട് ഇത്രയും കാലം നടത്തിയത്? ഭഗവതിയെ പ്രീതിപ്പെടുത്താനോ അതോ നാട്ടുകാർക്ക് വെടിക്കെട്ട് കാണിച്ചു കൊടുത്ത് ത്രില്ലടിപ്പിക്കാനോ? അല്ല, ഈ ഉത്സവത്തിന്റെ മറവില് കച്ചവടം നടത്തി 4 കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയാ. നിർത്തണോ? റെക്കമെൻഡേഷൻ. പിന്നെ ഈ കൊല്ലം നടന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ ഈ തറവാടുണ്ടാകുന്ന മാനക്കേട് ഈ ഇട്ടാവട്ടത്തിൽ ഒതുങ്ങും. പക്ഷേ ആ പന്നീന്റെ മോനൊരു ഒറ്റ രാത്രി കൊണ്ട് കയറി അർമാദിച്ചതിന്റെ പേരില് ഈ MLA വിശ്വാനുണ്ടായ മാനക്കേട് ഈ കേരളക്കാരൻ മൊത്തം ഒരു വാർത്തയായിരിക്കുക. ആ കണക്ക് അവിടെ ബാക്കി വെച്ചിട്ട് ഒരു ഈശ്വരനെ ഇവിടെ ആരും സൂഹിപ്പിക്കണ്ട. അങ്ങനെ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഈ നഷ്ടക്കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് നമ്മളിതിൽ നിന്ന് മാറി നിന്നാൽ ഇതേ തറവാടിന്റെ പേരും പറഞ്ഞ് കയറി വന്ന് ഉത്സവം നടത്താൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നവരുണ്ട് ഇവിടെ. നിന്റെ ഈ തീരുമാനം അവർക്കൊരു വളമാവുകയുള്ളൂ. ആ വളമാവണം. അതിനു വേണ്ടി തന്നെയാ ഇപ്പൊ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതല്ല തറവാടിന്റെ മാനവും കൂട്ടിപ്പിടിച്ച് ഈ വിശ്വനാഥന്റെ വാക്കിനും നാക്കിനും പുല്ല് വില കൽപ്പിച്ച് അതങ്ങ് നടത്താനാണ് ഏട്ടന്റെ തീരുമാനമെങ്കിൽ അതങ്ങനെ നടക്കട്ടെ. വാടാ. വാ. അക്കരയുടെ ചന്ദ്രൻതൊടി ഗോവിന്ദമേനോന്റെ കാറാണല്ലോ പോണത്. മൂപ്പര് പിന്നും ഈ മണ്ണ് കാലുത്തണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണുമല്ലോ നായരെ. കാണാൻ പോണ പൂരം എന്തിനാ നായരെ പറഞ്ഞറിയിക്കണത്? പോയത് പോളിറ്റ് ബ്യൂറോ മെമ്പറാ ചന്ദ്രൻതൊടിയില്. ആ സ്ഥിതിക്ക് ഇവിടെ പലതും നടക്കും. മാധവ, ഇത് ഞാനാ ഗോവിന്ദൻ, വടക്കേ ചന്ദ്രൻതൊടി ഗോവിന്ദമേനോൻ. എന്റെ വലങ്കാലി വെട്ടിയെടുത്ത് അംഗം ജയിച്ച് അവകാശം സ്ഥാപിച്ചിട്ട് ഇപ്പൊ എന്ത് പറ്റിയടോ നിനക്ക് നിന്റെ പുനേനിയന്മാർക്കും? മടുത്തോ ഈശ്വരനെ? മാധവന് ചിലപ്പോ മടുക്കും, ചിലപ്പോ മോഹിക്കും. ആ പേരും പറഞ്ഞു ഒരു വരത്തണം ഇങ്ങോട്ട് കയറി വരണ്ട. അന്തസ്സുള്ള അച്ഛന് പിറന്നവൻ കയറി വരാൻ ഇറക്കും. അത്രയ്ക്കുണ്ടല്ലോ ഇപ്പൊ നിന്റെ തറവാട്ടിന്റെ മഹത്വം. ഈശ്വരന്റെ പേരും പറഞ്ഞ് കൂട്ടുകച്ചവടം നടത്താൻ നീയും നിന്റെ അനിയന്മാരും കൂടെ 2 തട്ടിലിട്ട് തൂക്കി നോക്കിയപ്പോ ഭഗവതി ഇരിക്കുന്ന തട്ടിന് ഭാരം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് നീയൊക്കെ കൂടി പടിയടച്ച് പിണ്ടം വെച്ച അതേ ഭഗവതിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഈ നാട്ടിലെ പാവങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാൻ വന്നവനെ ഞാൻ. നീ കൊടിയേറ്റിയ ഉത്സവം ഞാൻ നടത്തും. ഈ വടക്കേ ചന്ദ്രൻതൊടി ഗോവിന്ദമേനോൻ. ഏതപ്പൂപ്പന്റെ അടിയന്തരം ഉണ്ണാൻ ക്ഷണിക്കാൻ വന്നതാണാവോ ഈ ഒറ്റക്കാലം ഗോവിന്ദ മാമ? ഉണ്ടിട്ടുണ്ടടാ. നിന്റെ അച്ഛന്റെ 1-ാം അടിയന്തരത്തിന്റെ സദ്യ നീ ഉണ്ടത് ഈ ഒറ്റക്കാലിന്റെ മടിയിലിരുന്ന. കള്ളു കച്ചവടവും കുണ്ടാപ്പെരുവുമായിട്ട് കണ്ണിച്ചോരയില്ലാത്ത പോക്ക് നീ ഇങ്ങനെ പോയാൽ MLA വിശ്വനാഥ, അധികം വൈകാതെ തന്നെ നിന്റെ 16 അടിയന്തരത്തിന്റെ സദ്യ ക്ഷണിക്കാതെ തന്നെ ഈ മാലവൂരും ഒന്നും ഉണ്ടിട്ട് പോകും. അക്കൂട്ടത്തിൽ നിന്നൊരുള്ള ചോറ് ഈ ഗോവിന്ദമാമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചോളാം. തക്കം നോക്കി കയറി വന്ന് ഈ വിശ്വനാഥം വേണ്ടെന്ന് വെച്ച ഉത്സവം നടത്തി നാട്ടുകാരുടെ കയ്യടി വാങ്ങി തിരിച്ചു പോകാനാണ് ഈ പേടകത്തിൽ ഇങ്ങോട്ട് എഴുന്നള്ളിയെങ്കിൽ ഇപ്പൊ ഈ ഒരെണ്ണമെങ്കിലും ബാക്കിയുണ്ടല്ലോ, അതും കൂടി എടുക്കും വിശ്വനാഥൻ. അപ്പൊ പിന്നെ തറവാടിന്റെ ഉമ്മർത്ത് കോടി പതിച്ച് കിടക്കുന്ന കാണാൻ മഹാവൃത്തികേടായിരിക്കും. ചന്ദ്രൻതൊടി രാഘവന്റെ ചോരയില് അത്രയ്ക്ക് ഉശിരുള്ള ഒരു സന്തതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണണം എനിക്ക്.
അസലായി. ഇപ്പോഴേ ഈ ജോണിക്കുട്ടിയുടെ മേനാഞ്ചേട്ടൻ ഒരാണായത്. ഇനി നമുക്ക് ഹരാക്കാന്നേ. പക്ഷെ വിശ്വനാഥൻ അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. വിശ്വനാഥനല്ല, ഏത് വിശ്വോത്തരനാഥൻ ഇറങ്ങി പുറപ്പെട്ടാലും ഈ ഉത്സവം നമ്മൾ നടത്തും. മേനോൻചേട്ടന് ഈ ഉത്സവം ഒരു അവകാശ. പക്ഷെ എനിക്കിതൊരു പ്രായച്ചിത്ത. പണ്ടെൻ്റെ അപ്പൻ മേനോൻചേട്ടനോട് ചെയ്ത തെറ്റിന്റെ പ്രായച്ചിത്തം. യെസ് പോലീസ് സ്റ്റേഷൻ.